കെ.പി.സി.സിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 8-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം എ.ഐ.സി.സി തീരുമാനിക്കുമെന്ന് ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പറഞ്ഞു. രാമക്ഷേത്രം മാത്രമല്ല തിരഞ്ഞെടുപ്പ് ചർച്ചയെന്നും ദീപദാസ് മുൻഷി പറഞ്ഞു. നേതൃത്വത്തെ വിമർശിച്ച വി.എം. സുധീരന് മറുപടിയുമായി കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ രംഗത്തെത്തി. ഏറെ നാളുകൾക്ക് ശേഷം കയറി വന്ന ആളാണ് വി.എം. സുധീരൻ. വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോൾ താൻ പാർട്ടി വിട്ടു എന്നാണ് അറിയിച്ചതെന്നും കെ. സുധാകരൻ വിമർശിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അദ്ദേഹം പോയി. അത് അങ്ങനെ പറയുന്നില്ല, ഞാൻ പ്രതികരിക്കത്തില്ല. അതിനോട് പ്രതികരിക്കാൻ മാത്രം ഞാനതിന് വില കൽപ്പിക്കുന്നില്ല. അല്ല, പാർട്ടി വിടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ ഇല്ലെന്നാ പറഞ്ഞത്. സഹകരിക്കാനില്ല എന്നാ പറഞ്ഞത്. എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, സഹകരിക്കാനില്ല. റോഷിപാലുണ്ട് വിവരങ്ങളുമായി. റോഷിപാൽ, രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന കാര്യം എ.ഐ.സി.സി തീരുമാനിക്കുമെന്നും അതിനനുസരിച്ചുള്ള ഒരു സമയം വന്നിട്ടില്ല എന്നുമാണ് അല്പം മുൻപ് ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി വ്യക്തമാക്കിയത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തത്? ഇന്ന് ചേർന്ന കെ.പി.സി.സി നിർവാഹക സമിതി യോഗത്തിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന വിഷയത്തിൽ ഒരു ചർച്ചയും ആരും ആ വിഷയം ഉയർത്തിയില്ല എന്നാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പറഞ്ഞത്. എ.ഐ.സി.സി ഇന്ന് യോഗത്തിൽ ഈ കാര്യത്തിൽ എ.ഐ.സി.സി തീരുമാനമെടുക്കും. അത്തരം വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് തുടക്കത്തിൽ തന്നെ ദീപദാസ് മുൻഷി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയം മറ്റ് നേതാക്കളൊന്നും ഉയർത്തിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ കെ.പി.സി.സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രചാരണ ജാഥ സമരാഗ്നിയുടെ തീയതി പ്രഖ്യാപിച്ചു. 21 മുതൽ ഫെബ്രുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന ജാഥ അത് തിരുവനന്തപുരത്ത് അവസാനിക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി കൂടി എത്തുന്ന തരത്തിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും ചേർന്നാണ് ഈ ജാഥ നയിക്കുക. ഒപ്പം കെ.പി.സി.സി അധ്യക്ഷൻ ചികിത്സയ്ക്ക് പോകുമ്പോൾ പകരം ചുമതല ആർക്കും നൽകേണ്ടതില്ല തീരുമാനവും കെ.പി.സി യോഗമെടുത്തു. പക്ഷേ 8-അംഗ കമ്മിറ്റി കെ.പി.സി.സിയുടെ അധ്യക്ഷൻ്റെ അഭാവത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമായ കൊടിക്കുന്നിൽ സുരേഷ് ഒപ്പം ടി സിദ്ദിഖ് എന്നിവരാണ് ഇത് ഏകോപിപ്പിക്കുക. വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം, വി.പി. സജീന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ പി.എം. നിയാസ്, ജയന്ത്, പഴകുളം മധു ഉൾപ്പെടെയുള്ള നേതാക്കളാകും ഈ കെ.പി.സി.സി അധ്യക്ഷൻ്റെ അസാന്നിധ്യത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. കാരണം ഈ യാത്രയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രചാരണ ജാഥയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ, ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ റിവ്യൂ ചെയ്ത് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഈ കാര്യങ്ങളൊക്കെ ഈ നേതൃത്വം, ഈ 8-അംഗ കമ്മിറ്റി അത് ഏകോപിപ്പിക്കും. ഒപ്പം തന്നെ കെ.പി.സി.സി അധ്യക്ഷൻ അമേരിക്കയിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴി ഈ കാര്യങ്ങൾ യോഗം ചേർന്ന് ഈ കാര്യങ്ങൾ വിലയിരുത്തും എന്നും അദ്ദേഹം അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഏതായാലും ഇന്ന് ചേർന്ന കെ.പി.സി.സി യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെയാണ് ചർച്ച ചെയ്തത് എന്നാണ് നേതാക്കൾ വിശദീകരിച്ചത്. പക്ഷേ യോഗത്തിൽ രൂക്ഷമായ വിമർശനം നേതൃത്വത്തിനെതിരെ വി.എം. സുധീരനും കെ.സി. ജോസഫും നടത്തിയിരുന്നു. രാവിലെ തന്നെ കെ.സി. ജോസഫും ബെന്നി ബെഹനാനും കെ.പി.സി.സി നേതൃത്വത്തിനെതിരെ പരാതിയുമായി ദീപദാസ് മുൻഷിയെ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ പിന്നാലെ തന്നെയാണ് യോഗത്തിലും കെ.സി. ജോസഫ് സമാനമായ വിമർശനം ഉയർത്തിയത്. വി.എം. സുധീരനടക്കം ഒരേ വിമർശനങ്ങളാണ്. കെ.പി.സി.സി നേതൃത്വം കൂടിയാലോചന നടത്തുന്നില്ല, ഒപ്പം ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു, മണ്ഡലം പുനഃസംഘടനയിലടക്കം ചർച്ചകൾ നടത്തിയില്ല എന്നടക്കമുള്ള നിരവധി പരാതികൾ നേരത്തെ ഉയർന്നതാണ്. അതേ പരാതികൾ തന്നെ വി.എം. സുധീരനും ഒപ്പം കെ.സി. ജോസഫും യോഗത്തിൽ ഉന്നയിച്ചു. റോഷിപാൽ, അതേ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലും ഒരു പരാമർശമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് CPI രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാത്തത് എന്ന തരത്തിലുള്ള ഒരു ചർച്ചയും ഒരു പ്രസ്താവനയും നടത്തിയിരുന്നു. ദീപദാസ് മുൻഷി ചോദ്യത്തിന് ഉത്തരമായാണ് CPI എന്തുകൊണ്ട്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ CPI എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചു. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മാത്രം എന്തുകൊണ്ടാണ് കേരളത്തിൽ ചർച്ചയാകുന്നത്? രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നു അതൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, CPI അല്ല. CPI ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ദീപദാസ് മുൻഷി ഈ വിഷയത്തിൽ ഇത്തരം പരാമർശം നടത്തിയത്. ഏതായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി റോഷിപാൽ നൽകി.